ഈ കാര്യം യേശുവിനറിയാവോ? എനിക്കറിയില്ല ഞാൻ യേശുവിനോട് ഇക്കാര്യം എങ്ങനെ പറയുമെന്ന്. എന്ത് കാര്യമാണ് അമ്മേ? അങ്ങനെ വിളിച്ചിരുന്നു പിതാവേ. നിന്റെ മുറിയിൽ നിന്നെ കണ്ടില്ല. പറയാതെ നീ എങ്ങോട്ടാ പോയത്? ഇന്നലെ വെയിലത്ത് നിന്ന് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും വിശന്ന് നിന്ന് നിന്റെ ബുദ്ധി കുറച്ച് തെളിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതി. ഞാൻ ഇന്നലെ അങ്ങയോട് അങ്ങനെ പെരുമാറിയതിന് എനിക്ക് മാപ്പ് തരൂ പിതാവേ. നന്നായി. നിന്റെ തെറ്റുകൾ നിനക്ക് തന്നെ മനസ്സിലായല്ലോ. അത് ഉറപ്പാ. ആ ചെറുക്കൻ പ്രാർത്ഥിച്ചു എന്ന് കരുതി നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി തിരികെ കിട്ടാനൊന്നും പോകുന്നില്ല. നാളെ കഴിഞ്ഞ് ആ ചെറുക്കൻ ഈ ഗ്രാമം വിട്ട് എന്നേക്കുമായി ദൂരേക്ക് പൊയ്ക്കോളും. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ജീവിതം മുഴുവൻ എന്റെ നിബന്ധനകൾ പാലിച്ചു തന്നെ ജീവിക്കേണ്ടി വരും. മനസ്സിലായോ? ശരി പിതാവേ. ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം. നീ കൃത്യസമയത്ത് തന്നെ നീ ഇവിടെ എത്തിച്ചേരുന്നതിന്. ദൈവം ഒരല്പം ദയവ് കാണിച്ചിരുന്നുവെങ്കിൽ യേശുവിന് ഇവിടം വിട്ട് പോകേണ്ടി വരില്ലായിരുന്നു മോളെ. നീമ കരുതുന്നത് അവളുടെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നാണ്. അതല്ലേ അമ്മ എന്നോട് മറച്ചു വെക്കുന്നത്? മോനെല്ലാം അറിയാമായിരുന്നോ? ആ, എനിക്കതറിയാം. നീമയ്ക്ക് പരമപിതാവായ ദൈവത്തിൽ ഒരു വിശ്വാസവും ഇല്ലെന്ന്. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടമ്മേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീമ പരമപിതാവായ നമ്മുടെ ദൈവത്തിനെ എന്തായാലും വിശ്വസിക്കുമെന്ന്. പിന്നെ പരമപിതാവായ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നീമയ്ക്ക് എന്തായാലും അവളുടെ കാഴ്ച തിരിച്ചു കിട്ടും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടമ്മേ. എനിക്കും പൂർണ്ണ വിശ്വാസമുണ്ട്. ദൈവവിശ്വാസത്തിലും പിന്നെ എന്റെ മോന്റെ വിശ്വാസത്തിലും. അമ്മേ, നമ്മൾ കുറച്ചു മുമ്പല്ലേ ഇവിടേക്ക് തിരിച്ചു വന്നത്. പക്ഷെ എനിക്ക് ഒന്നും കൂടി പോകണം, അതും ഒറ്റയ്ക്ക്. ശരി, പൊയ്ക്കോളൂ. എനിക്കെന്താ പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ തോന്നുന്നത്? എനിക്കെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? എനിക്ക് ശരിക്കും തോന്നുന്നത് യേശുവിനെ എന്റെ മാറോട് ചേർത്ത് പിടിച്ച് അവനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തണമെന്നാണ്. പക്ഷെ എനിക്ക് നന്നായി അറിയാം യേശു ദൈവപുത്രൻ തന്നെയാണെന്ന്. അവൻ ഈ മുഴുവൻ ലോകത്തെയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടവനാണ്. എല്ലാം
മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കൾ അവരുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. ദൈവം നമ്മളെ യേശുവിൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മറ്റ് മാതാപിതാക്കളെക്കാളും വ്യത്യസ്തമായിരിക്കുകയാണ്. എനിക്ക് നന്നായി അറിയാം, ഒരു ദിവസം യേശു നമ്മളെ വിട്ട് അകന്നു പോകുമെന്ന കാര്യം. പക്ഷെ അവനൊരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്ര പേടിക്കുന്നത്. എന്റെ പരമപിതാവായ ദൈവമേ, ഞാൻ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം എനിക്ക് അങ്ങയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. 2 ദിവസം കൊണ്ട് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അങ്ങക്ക് അറിയാവുന്നതല്ലേ. 2 ദിവസമുണ്ട് നിന്റെ പക്കൽ. ഒന്നുകിൽ നീ നീമയുടെ കണ്ണിന് കാഴ്ചശക്തി കൊടുക്കും, അല്ലെങ്കിൽ ഈ ഗ്രാമം ഉപേക്ഷിച്ച് എന്നേക്കുമായി പൊയ്ക്കൊള്ളണം. നീമ, ഈ പന്ത് പിടിക്കേ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇന്ന് പരമപിതാവായ ദൈവത്തിന്റെ ആശീർവാദത്താൽ നിനക്ക് ഈ പൂക്കളുടെ നിറമെല്ലാം നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. ഇന്ന് റബ്ബി ഗുരുവിനെ വെല്ലുവിളിച്ചതിന്റെ അവസാന ദിവസമാണ്. അതിനാൽ അമ്മയും അച്ഛനും ചെറിയമ്മയും ചെറിയച്ഛനും പിന്നെ നീമയുടെ അമ്മയും എല്ലാവരും വളരെ വിഷമത്തിലാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇന്ന് പരമപിതാവായ ദൈവത്തിന്റെ ആശീർവാദത്താൽ നിനക്ക് ഈ പൂക്കളുടെ നിറമെല്ലാം നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. എനിക്കറിയാം യേശു, ദൈവത്തോടുള്ള നിന്റെ വിശ്വാസം വളരെ ദൃഢമാണ്. പക്ഷെ നീ ഒരു നിരപരാധിയും മൃദുല ഹൃദയനുമാണ്. പക്ഷെ നോക്കൂ, എന്റെ കണ്ണിന് ഒരിക്കലും കാഴ്ച ലഭിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ നിനക്ക് പറഞ്ഞു തരാം? എനിക്കൊന്ന് യേശുവിനെ പോയി കാണണം. എനിക്ക് അവനെ കണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെ ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ലെന്ന്. എനിക്ക് യേശുവിനെ കാണണം. അമ്മ, അമ്മ. എന്താ മോളെ, എന്തു പറ്റി? അമ്മേ, എനിക്ക് യേശുവിനെ കാണണം. പക്ഷെ നിന്റെ അച്ഛൻ അറിയുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പിതാവ് അവനെ പുറത്താക്കും. ഇല്ല ഇല്ല, എനിക്ക് യേശുവിനെ കണ്ടേ തീരൂ അമ്മേ. ശരി, സമ്മതിച്ചു. ഇപ്പോൾ അച്ഛൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി തിരക്കിലിരിക്കുന്ന സമയമാണ്. സഭ തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് തിരിച്ചു വന്നേ പറ്റൂ. മനസ്സിലായോ മോളെ? വരൂ, പോയിട്ട് വരാം. അമ്മ പറയുന്നത് ശരിയായ സമയത്ത് ന്യായം വിധിക്കുന്നത് അങ്ങാണെന്നാ. ഞാൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഞാൻ അങ്ങയിൽ വിശ്വസിച്ച് പഠിച്ചതാണ്. പിന്നെ അങ്ങയോടുള്ള എന്റെ ഈ വിശ്വാസമുണ്ടല്ലോ, നീമയിലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പരമപിതാവായ ദൈവമേ, എന്റെ മാർഗം ശരിയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും സന്ദേശം എനിക്കങ്ങ് നൽകിയാലും പിതാവേ. അന്ന് ഞാൻ അമ്മയുടെ ഒപ്പം കണ്ട അതേ കൊക്കുൺ തന്നെയാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നത് ഒരു സുന്ദരമായ ചിത്രശലഭം അതിൽ നിന്ന് വരാൻ പോകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കുന്ന എന്തിനാ? നമുക്ക് ഇപ്പോ തന്നെ അത് പൊട്ടിച്ചു നോക്കാം. ഇപ്പൊ ചിത്രശലഭം പുറത്തു വരും. വേണ്ടമ്മേ, ഇപ്പോൾ പൊട്ടിച്ചാൽ ചിത്രശലഭം ചത്തുപോകില്ലേ? എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ചിത്രശലഭം സമയത്തിന് അതിന്റെ കൊക്കൂണിൽ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ശുദ്ധമായ മനസ്സോടെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന പരമപിതാവ് എന്തായാലും കേൾക്കും. പിന്നെ ശരിയായ സമയം വരുമ്പോൾ എന്തായാലും അതിന്റെ ഫലവും നൽകും. ഇനി നിന്റെ ഈ ചിറകുകളുണ്ടല്ലോ, പറക്കാൻ തയ്യാറാണ്. ഇനി നിനക്ക് പറക്കാൻ പറ്റും.
ചെല്ല്, നിന്റെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്ക്. ഞാൻ ശരിയായ വഴിയിലാണ്. ഈ സന്ദേശം നൽകിയതിന് നന്ദിയുണ്ട് പരമപിതാവേ. എനിക്ക് മനസ്സിലായി, ഈ ചിത്രശലഭത്തെ പോലെ അങ്ങയുടെ അനുഗ്രഹത്താൽ നീമയ്ക്കും അവളുടെ പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കുമെന്ന്. കള്ളന്മാരെ പോലെ വീണ്ടും നിങ്ങൾ ഒളിച്ചും പാത്തും എങ്ങോട്ടാണ് പോകുന്നത്? അത് പിന്നെ ഞങ്ങൾ എവിടെ? ഞാൻ അമ്മയും കൂടെ കൂട്ടി യേശുവിനെ കാണാൻ പോവുകയായിരുന്നു പിതാവേ. തലതെറിച്ചവളെ, ഇന്നലെ പകല് മുഴുവൻ വെയിലത്ത് നിന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലേ? എന്തെന്നാൽ ഞാൻ അങ്ങി ഓർത്തിട്ടാണ് യേശുവിനെ കാണാൻ പോകുന്നത് പിതാവേ. അത് പിന്നെ മിണ്ടരുത്. അവൾക്ക് എന്താണോ പറയാനുള്ളത് അത് മാത്രം കേട്ടാൽ മതി. എനിക്ക് പറ. എല്ലാം ഇവിടെ നടക്കുന്നത് ദൈവത്തിന്റെ ഒരു ദൂതനെന്ന നിലയിൽ അങ്ങ് തീരുമാനിച്ചതുപോലെയാണ്. ഈ വെല്ലുവിളിയിൽ തീർച്ചയായും യേശു പരാജയപ്പെടും. എന്തെന്നാൽ എന്റെ കണ്ണുകൾക്ക് ഒരിക്കലും കാഴ്ചശക്തി കിട്ടില്ല. പിന്നെ അവർക്ക് ഈ ഗ്രാമം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് യേശുവിനെ കാണേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോൾ അവന് എല്ലാ ഗ്രാമവാസികളുടെ മുന്നിലും അങ്ങനെ വീടിനുള്ളിലെ മുറിക്കുള്ളിൽ അടച്ചിരുന്നതിനാലാണ് അവൻ എന്നെ കാണാൻ കഴിയാതിരുന്നതെന്ന് പറയാനാകില്ലല്ലോ. മാത്രവുമല്ല, ഈശ്വരനോട് എന്റെ കണ്ണിലെ വെളിച്ചം തിരികെ കിട്ടാനായി പ്രാർത്ഥിക്കാനും സാധിച്ചില്ല. പിന്നെ അവൻ ഈ ഗ്രാമം വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ആയിരിക്കില്ലേ പിതാവേ? നീ ഇത്ര നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് എന്റെ ചില ഗുണങ്ങൾ നിനക്കും കിട്ടിയിട്ടുണ്ടെന്നാണ്. ശരി, നീ പോയി ഈ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാൻ കഴിയുന്ന ആ യേശുവിനെ കണ്ടോളൂ. നീ നിന്റെ അച്ഛനോട് കള്ളമല്ലേ പറഞ്ഞത് മോളെ? അമ്മേ, എന്നെ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകോ? കൊണ്ടുപോകാം മോളെ, വരൂ. മേരി, യേശു ഇങ്ങെത്തിക്കോളും. നീ വിഷമിക്കാതിരിക്കെ. ഇന്ന് എല്ലാ കുട്ടികളും ഉപവാസത്തിലാണ്. ഇന്ന് കഴിക്കാൻ ഒരു ആപ്പിൾ മാത്രമേ തരൂ. ചെറിയമ്മേ, അപ്പോൾ എനിക്കും ഉപവാസമാണോ? അല്ല മോനെ യേശു, നീ വളരെ വിശേഷപ്പെട്ട കുഞ്ഞല്ലേ. നിന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. ഞാനും എന്റെ മക്കളുമാണല്ലോ ഭാഗ്യം കെട്ടവർ. അതുകൊണ്ട് നീയും നിന്റെ കൂട്ടുകാരൻ യാക്കോബും ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തു കഴിച്ചോളൂ. പക്ഷെ മാരിയോ, നീ കുട്ടികളോട് എന്തിനാണ് ഉപവസിക്കാൻ നിർബന്ധിക്കുന്നത്? ഇതാണ് കാരണം. ഞാൻ ഇന്നൊരു നേർച്ച നേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എന്ത് തന്നെ സംഭവിച്ചാലും അതിനുശേഷം ഒന്നുമില്ലെങ്കിലും എനിക്കും എന്റെ കുട്ടികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന്. നിങ്ങളിതൊന്നും അത്ര കാര്യമാക്കണ്ട. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം ഉപവസിക്കുന്നു കരുതിയാ മതി. ആ ആണെന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര പഴം വേണമെങ്കിലും കഴിക്കാം, അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ചന്തയിലേക്ക് പോന്നോളൂ. എന്നിട്ട് ഇഷ്ടമുള്ള പഴങ്ങൾ വാങ്ങി വയറ് നിറയെ കഴിച്ചോളൂ, പോരെ? യാക്കോബ്, നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നീയും പോന്നോളൂ. വരൂ വരൂ വരൂ, എല്ലാരും വരൂ വരൂ വരൂ. അമ്മേ, ചെറിയമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണല്ലേ? ഒരിക്കലുമില്ല മോനെ. ചില മുതിർന്ന ആളുകളുണ്ടല്ലോ,
അവരുടെ ഉള്ളിലെ വികാരങ്ങൾ മറയ്ക്കാനായിട്ട് മറ്റു ആളുകളോട് ദേഷ്യപ്പെടാറുണ്ട്. ചെറിയമ്മ പറയുന്നതായിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട മോനെ. അമ്മേ, ഇന്ന് പരമപിതാവായ ദൈവം എനിക്കൊരു അടയാളം നൽകി, എന്റെ മാർഗം ശരിയാണെന്നതിന്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ചിത്രശലഭം കൊക്കോളിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ടു. അതാ കൊക്കോളിൽ നിന്ന് ആരുടെയും സഹായം കൂടാതെയാണ് പുറത്തു വന്നത്. ഞാനും നീമെ സജ്ജയാക്കും. അവൾ അവളുടെ സ്വന്തം ഇച്ഛയാൽ പരമപിതാവിന്റെ കരങ്ങളിൽ അവളെ തന്നെ സമർപ്പിക്കാം. പിന്നെ അമ്മ കണ്ടോ, പരമപിതാവായ ദൈവം എല്ലാം തന്നെ ശരിയാക്കി തരും. യേശു, ഇപ്പോൾ നീ വന്നത് നന്നായി നീമ. അമ്മേ, ഇന്ന് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നീമയും വിളിക്കട്ടെ. തീർച്ചയായും, പിന്നെന്താ, വരൂന്നേ. മോനെ യേശു, ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ പിന്നെ നീമയുടെ അച്ഛൻ ചിലപ്പോ... അമ്മ, അത് സാരില്ല. ഞാൻ പിതാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ശരി, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ വേഗം തിരിച്ചു പോകും. നീ നിന്റെ അച്ഛനോടാണോ കള്ളം പറഞ്ഞത്, അതോ ഇപ്പൊ യേശുവിനോടാണോ കള്ളം പറയുന്നത്? ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ലമ്മേ. അത് ഞാൻ പിതാവിനോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, എനിക്കറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. എനിക്കൊരു നല്ല സുഹൃത്തായാണ് ഞാൻ യേശുവിനെ കാണുന്നത്. എനിക്ക് അവനോട് പറയണം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കാഴ്ചശക്തി കിട്ടാനും പോകുന്നില്ല. ഇന്നും അതെ, ഇനി മറ്റൊരിക്കലായാലും ശരി. എനിക്ക് നിന്റെ സൗഹൃദത്തിനും സ്നേഹത്തിനും യോഗ്യതയില്ല യേശു. എന്തുകൊണ്ടെന്നാൽ ഞാൻ മൂലം ഇന്ന് നിന്നെ എന്റെ പിതാവെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കും. എന്റെ പിതാവിനെ അതിൽ നിന്ന് തടയാൻ എനിക്ക് ഒന്നും തന്നെ ചെയ്യാനാകില്ല. പരമപിതാവായ ദൈവത്തിന്റെ കൃപയാൽ നീ കഴിക്കാൻ പോകുന്ന ഭക്ഷണം നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് സ്വയം തന്നെ വാരി കഴിക്കും നീമ. എനിക്ക് ഒരുപാട് സന്തോഷായി, നീ എന്നെ കാണാൻ വന്നല്ലോ. നിനക്ക് എന്നോട് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ യേശു? എനിക്കൊന്ന് പറയാനുണ്ട്. നീ നിന്നെ തന്നെ എന്തായാലും വിശ്വസിച്ചേ മതിയാവൂ. സത്യം പറയുമ്പോൾ ഹൃദയത്തിന്റെ ഭാരം കുറയും. നീ ഒരു ചെറിയ കുട്ടിയല്ലേ, പക്ഷെ നിനക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് നിന്നോട് ഇത്രയോ പറയാനുള്ളൂ. എനിക്കൊന്ന് മാപ്പ് തരൂ യേശു, എന്നോട് ക്ഷമിക്കൂ. നീ എന്നോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? നീ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മറ്റുള്ളവരുടെ പെരുമാറ്റവും പിന്നെ നിന്റെ ചിന്താഭാരവും നിന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നീ പരമപിതാവായ ദൈവത്തിന് മുന്നിൽ നിന്നെ സ്വയം സമർപ്പിക്കും. എങ്കിൽ പിന്നെ അദ്ദേഹം എല്ലാം മാറ്റിക്കൊള്ളും. എനിക്ക് ദൈവത്തെ അറിയില്ല, പക്ഷെ ഞാൻ നിന്റെ സ്നേഹത്തിനും കരുണയ്ക്കും മുന്നിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അത്ര മതിയാകില്ല യേശു? പോരാ, നീ ഇത് മാത്രം ചെയ്താൽ മതിയാവില്ല. ഒന്നെങ്കിൽ നീ പരമപിതാവായ ദൈവത്തിന് മുന്നിൽ നിന്നെ സ്വയം സമർപ്പിക്ക, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, ആരുടെയെങ്കിലും മുന്നിൽ തല കുനിക്കുന്നു എന്നതിന്റെ അർത്ഥം പരമപിതാവിന്റെ മുന്നിൽ തന്നെ തല കുനിക്കുന്നു എന്നാണ്.
സൂര്യൻ അസ്തമിക്കാൻ ഇന്ന് വേഗത കുറവായി എന്ന് എനിക്ക് തോന്നാൻ കാരണമെന്താണ്? ആ ശല്യക്കാരൻ കുട്ടി എന്റെ മുന്നിൽ നിന്നും പോകുന്ന നിമിഷത്തിനായി എനിക്കിനിയും കാത്തിരിക്കാൻ കഴിയില്ല. എന്റെ കൺമുന്നിൽ നിന്നും അവൻ വളരെ വളരെ ദൂരത്തേക്ക് പോകുന്നതായി കാണുന്നു. ലീമയെ വേഗം ഒരുക്കിക്കൊണ്ടുവരൂ. ലീമ, നീ ഇങ്ങനെ മുഖം വീർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മകൾ മരിക്കാൻ പോവുകയല്ല. മരിക്കാനല്ല, പക്ഷെ തോൽക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്.